ആരാണ് എന്റെ കാവൽക്കാരൻ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഇതാണ്: ഞാനാണ് എന്റെ കാവൽക്കാരൻ. പരീക്ഷാ കാലഘട്ടമാണ്. ഒരു കുഞ്ഞ് നന്നായിട്ട് പഠിക്കുന്നു, ശ്രദ്ധയോടെ പഠിക്കുന്നു. പെട്ടെന്ന് ആ കുഞ്ഞിന്റെ മൊബൈൽ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ. ഒറ്റ നോട്ടത്തിൽ ആ നോട്ടിഫിക്കേഷൻ എന്തെന്ന് മനസ്സിലായി. ശബ്ദം കേൾപ്പിച്ചുകൊണ്ടാണ് ആ നോട്ടിഫിക്കേഷൻ വന്നത്. ആ നോട്ടിഫിക്കേഷൻ ഇതാണ്: തന്റെ ഒരു പ്രിയ സുഹൃത്ത് ഒരു റീൽസ് ഇട്ടിരിക്കുന്നു, പുതിയ റീൽസ്. നോട്ടിഫിക്കേഷൻ വന്നു. ഈ നോട്ടിഫിക്കേഷൻ മാറ്റി വെക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല, അത് ഈ ലോകത്തിന്റെ ഒരു അനുഭവമാണ്. പക്ഷേ ഇവിടെ ഈ വ്യക്തി, ഈ പരീക്ഷ എഴുതുന്ന കുട്ടിക്ക് ആ പ്രോബ്ലത്തിനും ആ നോട്ടിഫിക്കേഷനും തനിക്കുമിടയിൽ ഒരു സ്പേസ് ഉണ്ട് ചിന്തിക്കാൻ. ഇപ്പോൾ ഞാനിത് കാണണമോ വേണ്ടയോ? ഒരു പക്ഷെ ഇപ്പോൾ ആ ഒരു റീൽസ് കണ്ടു തുടങ്ങിയാൽ 1-2 മണിക്കൂർ നാം അറിയാതെ മറ്റു റീൽസുകൾ, അനുബന്ധ റീൽസുകൾ വരും, പഠനം നഷ്ടപ്പെടും. അപ്പൊ ആ സ്പേസിൽ ദൈവത്തിൽ ജനിച്ച ഒരു കുഞ്ഞിന്റെ തീരുമാനം എന്താണെന്ന് അറിയാമോ? ഇത് എന്നെ നശിപ്പിക്കാൻ സാധ്യതയുള്ളതാണ്. ഈ റീൽസ് എന്റെ ഉറ്റ സുഹൃത്ത് ഇട്ടതാണ്, പക്ഷേ അവിടെ നിന്ന് തുടങ്ങിയാൽ 1-2 മണിക്കൂർ എന്റെ പഠിക്കേണ്ട സമയം നഷ്ടപ്പെടാൻ സാധ്യതയാണ്. അതുകൊണ്ട് ഞാൻ എന്നെ സൂക്ഷിക്കാൻ ഒരുങ്ങുകയാണ്. അത് മാറ്റിവെക്കും. ആ സ്പേസിൽ എടുക്കുന്ന തീരുമാനം, സ്പേസ് വളരെ